കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. നമ്മൾ 23 നമ്മൾ ചെയ്തു അല്ലേ? അപ്പോൾ 23 എന്താ പറഞ്ഞ്? ആത്മാവ് ആയുധങ്ങളാലോ അല്ലെങ്കിൽ അഗ്നിയാലോ, ആത്മാവിന് ആയുധങ്ങളാലോ അഗ്നിയാലോ ജലത്താലോ വായുവാലോ ഒന്നും ആത്മാവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ ഒന്നുകൊണ്ടും ഒരു വ്യത്യാസവും ആത്മാവിൽ വരുത്താൻ പറ്റില്ല. ആയുധങ്ങൾ മുറി കൊടുക്കില്ല, അല്ലെ അഗ്നി ദഹിപ്പിക്കില്ല, വെള്ളം വെറ്റാക്കില്ല, വായു ശോഷിപ്പിക്കില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതായത് അതെൻ്റെ അർത്ഥം. അർജുന, നിൻ്റെ ശത്രുക്കളുടെ ഉള്ളിലും എല്ലാവരുടെ ഉള്ളിലുള്ള ആ ആത്മാവ് ഉണ്ടല്ലോ, ആ ആത്മാവ് നിത്യമാണ്, അതിനൊന്നും പറ്റില്ല. അതുകൊണ്ട് അതാലോചിച്ച് വിഷമിക്കേണ്ടെന്നാണല്ലോ പറഞ്ഞത്. ഇനി ഇതന്നെ പറയാണ് കൂടുതൽ എന്താണ്? അടുത്ത ശ്ലോകം വായിക്കാം. അച്ഛേദ്യോയമദാഹ്യോയം അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവ ച നിത്യ സർവഗത സ്ഥാണുരചലോയം സനാതന. അപ്പോൾ ഇനിയും ഓൾമോസ്റ്റ് അതന്നെയാണ് പറയണത്. എന്താ അറിയോ ഇതിൽ പറയണ? ഛേദിക്കാൻ പറ്റില്ല, അതായത് മുറിക്കാൻ പറ്റില്ല എന്ന്. അച്ഛേദ്യോയം, അയം മീൻസ് ഈ ആത്മാവ്, പരമാത്മാവ്. അച്ഛേദ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഛേദിക്കപ്പെടാൻ പറ്റുന്നതല്ല എന്ന് വെച്ചാൽ മുറിക്കാൻ പറ്റില്ല അതിനേന്ന്. അതെനിക്ക് വളരെ തോന്നിയൊരിതേ. എന്താ അറിയോ, നമ്മുടെ ഇപ്പോൾ കൈയൊക്കെ, ചിലരുടെ കാലൊക്കെ മുറിച്ച് കളയേണ്ടി വരുമല്ലോ. പക്ഷെ ആ കാലന്നെ, ദേഹം തന്നെയൊക്കെ കാലന്നെ മുറിയുള്ളേ. അതിൻ്റെ ഉള്ളിലിരിക്കണം ഞാൻ എന്ന് പറയണ ആ ആളൊക്കെ ഒരു വ്യത്യാസവും വരുന്നില്ല. ആ ഞാനെ മുറിക്കണില്ല. എൻ്റെ കാല് മുറിച്ചു എന്നേ അയാൾ പറയുള്ളൂ അല്ലേ? അതാണ് പറയണത്. അതായത് ആത്മാനെ ഒരിക്കലും ഛേദിക്കപ്പെടുന്നില്ല, വെച്ചാൽ മുറിക്കാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെയോ അയം മീൻസ് ഈ ആത്മാ അദാഹ്യ, ദഹിപ്പിക്കാനും പറ്റില്ല. മുമ്പേ പറഞ്ഞല്ലോ അഗ്നിക്ക് ദഹിപ്പിക്കാൻ പറ്റില്ല എന്ന്. അക്ലേദ്യ മുമ്പ് പറഞ്ഞ തന്നെ. പിന്നെന്താ? ദ്രവിപ്പിക്കാനും പറ്റില്ല, അതായത് വെള്ളത്തിൽ അങ്ങോട്ട് അലിയിച്ചിട്ട് അതൊന്നും പറ്റില്ല. പിന്നെയോ അതായത് അങ്ങനെ വെറ്റാക്കാനും പറ്റില്ല. പിന്നെയോ അശോഷ്യ, പണ്ട് പറഞ്ഞ തന്നെ. എന്താണ്? ചെറുതാക്കാനോ വലുതാക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഇത് കുറയ്ക്കാനോ ശോഷിപ്പിക്കാനും പറ്റില്ല. എന്താ വെച്ചാൽ അയം, ഈ ആത്മാവ് നിത്യമാണ്, ഏത് കാലത്തിലും ഒരുപോലെ നിൽക്കുന്നതാണ്. ഭൂതത്തിലും ഭാവിയിലും വർത്തമാനത്തിലും നിത്യമാണ്. നാശം ഇറ്റേണലാണ്. സർവഗത, അത് മാത്രമല്ല ഓൾ പെർവൈഡിങ്, എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്നതുമാണ്. സർവഗത, ഗത പറഞ്ഞാൽ പൂവ് എന്നാണ്. അപ്പോൾ എല്ലാ ദിക്കിലും പോകുന്ന ആളെ പറഞ്ഞാൽ എന്താ അർത്ഥം? ചുരുക്കത്തിൽ ഓൾ പെർവൈഡിങ്, എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്നവനാണ് സർവഗത. പിന്നെയോ സ്ഥാണുഹു, സ്ഥാണു പറഞ്ഞാൽ എന്താ? ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കണത്, ഒരേപോലെ നിൽക്കണത്, വ്യത്യാസമില്ലാതെ. അതായത് അതിൻ്റെ ഭാവമോ എന്താണ്, പിന്നെ അതിൻ്റെ ഷെയ്പ്പോ ഒന്നും മാറില്ല, എപ്പോഴും ഒരുപോലെയാണ്. ഷെയ്പ്പില്ല, അത് പോട്ടെ. എന്തായാലും കോൺഷ്യസ്നെസ് ആണല്ലോ, അതെന്നും ഒരുപോലെ നിൽക്കണതാണ്, അതിനൊരു വ്യത്യാസമില്ല. അതായത് സ്ഥിര സ്വഭാവമാണെന്നർത്ഥം. അതാണ് സ്ഥാണു. അതായത് അചലഹ, പിന്നെയോ ചലിക്കില്ല, ഒരു ഇളക്കമില്ല. ചലിക്കുക മീൻസ് മൂവ്മെൻ്റ് ഇല്ല, ചലിക്കില്ല, അചലാണ്. അചലം മീൻസ് നോ മൂവ്മെൻറ്റ്, യാതൊരു ചലനവും ഇല്ല. പിന്നെയോ സനാതന, എന്നും ഉള്ളതാണ്. അത് അനാദി, ആദ്യവും അന്തവും ഒന്നുമില്ല. അതായത് അതിനൊരു തുടക്കമോ അവസാനമോ ഒന്നുമില്ല. അതിനാണ് സനാതനം എന്ന് പറയുക. ഇതൊക്കെയാണ് ആത്മാവ് എന്നാണ് ഇതിൽ പറഞ്ഞത്. അതായത് ആത്മാവ് ഒന്നിനാലും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ഛേദിക്കപ്പെടുന്നില്ല, ദഹിപ്പിക്കപ്പെടുന്നില്ല,
തണുപ്പിക്കപ്പെടുന്നില്ല, വെള്ളം കൊണ്ട് നനഞ്ഞ് അങ്ങനെ ആവണില്ല, ശോഷിപ്പിക്കപ്പെടത്തക്കവനല്ല. പിന്നെയോ എന്താ വെച്ചാൽ ഈ ആത്മാവ് ഒന്നും അതിനെ ബാധിക്കണില്ല. ആത്മാവ് നിത്യമാണ്. പിന്നെയോ ഇറ്റേണൽ എന്നർത്ഥം. പിന്നെയോ ഓൾ പെർവൈഡിങ്, എങ്ങും വ്യാപിച്ചതാണ്, സ്ഥിര സ്വഭാവമുള്ളതാണ്, ഒരു ദിക്കുന്ന വേറെ ദിക്കിലേക്ക് പോവില്ല, ചലിക്കാത്തവനാണ്, അനാദി. സനാതനം ചെണ്ട ആദ്യം അന്തം ഒന്നുമില്ല, തുടക്കം അവസാനം ഒന്നുമില്ല, എല്ലാ സമയത്തും ഒരുപോലെ നിൽക്കുന്നതാണ്. ഇതാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഈ ഇതിൽ ആ ആത്മാവിൻ്റെ സ്വഭാവം തന്നെയാണ് പറഞ്ഞത് കേട്ടോ. ഇറ്റേണലാണ് തന്നെയാണ് പറഞ്ഞത്, ബിയോണ്ട് ടൈമാണ്, അതൊക്കെ അല്ലേ പറഞ്ഞത്. അപ്പോൾ എന്താ ഇതിൽ വെച്ചണ്ട ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൽ നോക്കും, നമ്മൾ നമ്മൾ പല ഉദാഹരണങ്ങളും പറയുമോ. മൺപാത്രങ്ങൾ, മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ് എല്ലാ മൺപാത്രങ്ങളും, അതുകൊണ്ട് ശരിക്കും മണ്ണ് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ പറയൂലോ. അല്ലെങ്കിൽ പാമ്പുണ്ട്, അതിനെ നമ്മൾ കയറുണ്ട്, അതിനെ പാമ്പാന്ന് വിചാരിക്കുകയാണ്, അത് വെറും വിചാരമാണെന്നൊക്കെ പറയുമല്ലോ. പക്ഷേ അതിനേക്കാളും നല്ല ഉദാഹരണമാണത്രേ ഈ പ്രത്യേക സന്ദർഭത്തിൽ പറയാൻ. ഏതറിയോ? ഈ മരുഭൂമിയിലെ മൃഗതൃഷ്ണ, മിറാഷ്. എന്താ അറിയോ, ഒന്നുമില്ലാണ്ട് ഉണ്ടെന്ന് തോന്നുകയാണ്. മറ്റേതിപ്പോൾ കയറവിടെ ഉണ്ടല്ലോ, പാമ്പാന്ന് തോന്നുന്നു. നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി ആ ഉദാഹരണം നല്ലതല്ല എന്നല്ല പറയണം കേട്ടോ. മൺപാത്രങ്ങളും ആ മണ്ണിന് പിന്നെ അതിൻ്റെ ഷേപ്പും ഇതൊക്കെ മാറുന്നുണ്ടല്ലോ. അപ്പം ശരിക്കും ആത്മാവ് അങ്ങനെയല്ല. ആത്മാവ് നമുക്കൊരു എളുപ്പത്തിന് പറഞ്ഞു എന്നേ ഉള്ളൂ ആ രണ്ട് ഉദാഹരണം എന്ന് പറയുന്നുണ്ട്. എന്തായോ, ആത്മാവ് അങ്ങനെയല്ല, പരിണാമമില്ല, മാറ്റല്ലേ. ഒന്നുമില്ലാത്തതിന് ഉണ്ടെന്ന് തോന്നണതാണ് അത്ര ശരിക്കും മായേ. ഒന്നുമില്ല അവിടെ. അപ്പം അതിന് ശരിക്കും ഏറ്റവും നല്ല ഉദാഹരണം ഈ വെള്ളത്തിൽ ബബിള് ഉണ്ടാവണതൊന്നുമല്ല. അത് ബബിൾ ഉണ്ടാവുന്നുണ്ട്, നമ്മൾ കാണണമൊക്കെ ഉണ്ടല്ലോ, പിന്നെ ശരിക്കും തന്നെ ഉണ്ടാവുന്നുണ്ടല്ലോ. മറ്റത് ഈ മിറാഷ് അല്ലെങ്കിൽ മൃഗതൃഷ്ണ എന്ന് പറയുമല്ലോ നമ്മൾ, അല്ലെങ്കിൽ മരുഭൂമിയിലത്തെ ആ മരുപ്പച്ച എന്ന് പറയണത്, അത് അവിടെ ഇല്ലാത്തത് ഉണ്ട് തോന്നുകയാണ്. ശരിക്കും ആ കോൺഷ്യസ്നെസ് മാത്രമേ ഉള്ളൂ. ആ കോൺഷ്യസ്നെസ്സിൽ, ആ ബോധത്തിൽ നമുക്ക് ഉണ്ട് എന്ന് തോന്നുന്നതാണ്. അപ്പോൾ അതാണ് അത്ര ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് എടുക്കാവുന്നതെന്ന് പറയുന്നുണ്ട്. കാരണം ശരിയാണ്, എനിക്കത് വളരെ ശരിയായി തോന്നി. കാരണം ശരിക്ക് ആ മരുപ്പച്ച ഇല്ല, ആ മരുഭൂമി മാത്രമേ ഉള്ളൂ, ഒട്ടുമില്ല, ആ വെള്ളമില്ല, ഒട്ടും വെള്ളം വേറൊന്നിനെ തെറ്റിദ്ധരിക്കുന്നല്ല, ഒന്നുമില്ല അവിടെ. അപ്പോൾ അതിനെ നമ്മളൊക്കെ ഇല്ലാത്തതൊന്നിനെ ഉണ്ടായി തോന്നുക. അതിനാണ് അത്ര പറയുക ബോധവിവർത്തം എന്ന് പറയും, അതായത് മിയർ അപ്പിയറൻസ്. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്ന് പറഞ്ഞത്. മിഥ്യ വെച്ചാൽ അൺറിയലാണ്, ഇല്ല. അതിനെയാണ് അത്ര ബോധവിവർത്തം എന്ന് പറയുക. അതായത് വിവർത്തം എന്ന് പറഞ്ഞാലും കുറച്ച് അർത്ഥണ്ടത്തിന് വ്യത്യാസം ഉണ്ടെന്നാണ്. വിവർത്തം വെച്ചാൽ ശരിക്കും ഒന്നും ഉണ്ടാവണില്ല അവിടെ, പക്ഷേ ഒരു ചേഞ്ചില്ല, പക്ഷേ എസൻസ് മാത്രമേ അവിടെ ഉള്ളൂ, പക്ഷേ സ്റ്റിൽ അപ്പിയറിങ് ആസ് എൻ ഇല്യൂഷൻ, വെറൊരു മായ കൊണ്ട് തോന്നണതാണെന്ന്. അതുകൊണ്ട് ഞാൻ ഈ ഒരു പിന്നെ ശ്ലോകം വായിച്ചപ്പോൾ അതിൽ പിന്നെ വ്യാഖ്യാനത്തിൽ അത് പ്രത്യേകം പറഞ്ഞു കാണിച്ചിരുന്നു. എന്താ അറിയോ, ഈ മൺപാത്രങ്ങൾ നമുക്ക് മനസ്സിലാവാൻ നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ പല നാമരൂപങ്ങളാണ് അല്ലേ, പക്ഷേ എല്ലാറ്റിൻ്റെയും എസൻസ്, എല്ലാറ്റിൻ്റെയും ഉള്ളിലുള്ള ആത്മാവ് ഒന്ന് തന്നെയാണ്. അത് അസല് ഉദാഹരണമാണ്. അല്ലെങ്കിൽ പാമ്പ് ഉണ്ട്, നമ്മൾ കുറച്ച് നേരം കയറുണ്ട്, പാമ്പ വിചാരിച്ച് പേടിച്ചു, അത് കയറാന്ന് അറിഞ്ഞപ്പോൾ പേടി പോയില്ലോ. അതുപോലെ ഉള്ളൂ സ്വപ്നത്തിൽ നിന്നുണർന്ന പോലെ, അങ്ങനെയാണല്ലോ. അപ്പോൾ സ്വപ്നത്തിൽ പിന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ, അവിടെ ഒന്നുമില്ല ഉണ്ടാ തോന്നുകയാണല്ലോ. സ്വപ്നം ശരിക്കും നല്ല ഒരു ഉദാഹരണം തന്നെയാണ്. അതുപോലെ തന്നെ മരുഭൂമിയിലത്തെ മൃഗതൃഷ്ണ അല്ലെങ്കിൽ മരുപ്പച്ച അല്ലെങ്കിൽ മിറാഷും നല്ല ഉദാഹരണമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനാണ് ഒട്ടും ഇല്ലാതെ നമുക്കുണ്ടെന്ന് തോന്നിക്കുന്ന ആ മായ ഉണ്ടല്ലോ, മാജിക്ക്, അതിനെയാണ് നമ്മൾ ശരിക്ക് വിവർത്തം എന്ന് പറയുന്നത്. ബോധവിവർത്തം. ബോധത്തിൽ പൊന്തി മറയുന്നു എന്ന് പറഞ്ഞാൽ പൊന്തി മറയണ ഒന്നും ഉണ്ടാവില്ലേ, പൊന്തി മറയണു തോന്നുകയാണ്, അതാണ്. മനസ്സിലായില്ലേ? മറ്റത് മൺപാത്രങ്ങളൊക്കെ ശരിക്കും ഉണ്ടല്ലോ. ഇപ്പം മറ്റത് ശരിക്കും ഇപ്പം നമ്മളൊക്കെ ഉണ്ടെന്ന് ശരിക്കും തോന്നുന്നത് വിവർത്താണെന്നാണ് പറയണത്, ഹോൾ ജഗത്ത്.
ബോധത്തിൽ പൊന്തി മറയുന്നു എന്ന് തോന്നുന്നത് സ്റ്റിൽ അപ്പിയറിങ് ആസ് ആൻ ഇല്യൂഷൻ. അത്രയേ ഉള്ളൂ, അപ്പിയറൻസേ ഉള്ളൂ. അതൊന്ന് ഞാൻ ഇവിടെ പറയാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് അത് വായിച്ചിട്ട് അടുത്തേക്ക് പോവുക. അത്രയേ ഉള്ളൂ കേട്ടോ. അതിന് അധികം പറയാല്ലേ. അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോശോഷ്യ ഏവച നിത്യ സർവഗതസ്ഥാണുരചലോയം സനാതന. ഇനി ഇനിയും പറയേണ്ടത്, കുറച്ചും കൂടിയും പറയേണ്ടത് 25-ലും അവ്യക്തോയം അചിന്യോയം അവികാര്യോയം ഉച്യതേ തസ്മാദേവം വിധിത്വൈനം നാ അനുശോചിതുമർഹസി. എന്താണ് ഇതിൽ അർത്ഥം? അവ്യക്താണ് നമുക്ക് നോക്കാം കേട്ടോ. അവ്യക്തം എന്ന് പറഞ്ഞു വെച്ചാൽ ഇനി എന്താണ്? അയം ഈ ആത്മാ അവ്യക്തം, വ്യക്തമല്ല. എന്താ അറിയോ, ശരിക്കും ഇപ്പോൾ ഇവിടെ വ്യക്തമല്ല എന്നുള്ളതിനർത്ഥം അൺമാനിഫെസ്റ്റ് എന്നാണ് അർത്ഥം. നോട്ട് ക്ലിയർ, നോട്ട് വ്യക്തം, അവ്യക്തമാണ്. അതായത് കാണില്ല എന്ന്. മാനിഫെസ്റ്റഡ് അല്ല, കാണാൻ പറ്റില്ലല്ലോ. അതായത് ഈ നമ്മുടെ കണ്ണുകളെ കൊണ്ടും ഈ നേക്കഡ് ഐനെ കൊണ്ട്, കണ്ണുകളെ കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും കാണില്ല എന്നാണ് ഇവിടെ അർത്ഥം. അതായത് മാനിഫെസ്റ്റഡ് അല്ല എന്ന്, അതാണ് അവ്യക്തം. പിന്നെയോ അയം, അതായത് ഈ ആത്മാവ് അചിന്യ, നമുക്ക് ചിന്തിക്കാനും പറ്റില്ല, ബിയോണ്ട് തോട്ട്സാണ്, ബിയോണ്ട് തിങ്കിങ് ആണ്, അല്ലെങ്കിൽ ബിയോണ്ട് കോംപ്രിഹെൻഷനാണ് നമ്മളുടെ ബുദ്ധിക്ക്. അചിന്യോയം, ചിന്തിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മനസ്സിനും കൂടിയും അപ്പുറത്താണ്. പിന്നെയോ അയം ഇവൻ, അല്ലെങ്കിൽ ബുദ്ധിക്കും കൂടി അപ്പുറത്താണെന്ന് പറയണം. അങ്ങനെ പറയും, ചിന്തയ്ക്കും കൂടി അപ്പുറത്താണ്. അതായത് കോംപ്രിഹെൻഡ് ചെയ്യാൻ തന്നെ പറ്റില്ല, അങ്ങനെയാണ്. അവികാര്യം, പിന്നെയോ അതായത് ഈ നമുക്ക് എന്താണ് അവികാര്യം വെച്ചാൽ ബിയോണ്ട് എനി വികാരം, അല്ലെങ്കിൽ എനി മോഡിഫിക്കേഷൻ. ഒരു വികാരം, അതിൻ്റെ അർത്ഥം എങ്ങനെയാ വെച്ചാൽ നമുക്ക് ഈ കർമ്മേന്ദ്രിയങ്ങൾക്കും നമുക്ക് തൊടാനോ ഒന്നും പറ്റില്ല. കാലുകൊണ്ട് തൊടാനോ കൈ കൊണ്ട് തൊടാനോ ഒന്നും പറ്റില്ല. കർമ്മേന്ദ്രിയങ്ങൾക്കും ഒന്നും ചെയ്യാൻ, മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് അവികാരം. അതായത് ബിയോണ്ട് എന്താ പറയുക, വികാരം എന്ന് പറഞ്ഞാൽ എന്താ, ബിയോണ്ട് എനി മോഡിഫിക്കേഷൻ എന്നൊക്കെ പറയാം അതിന്. പിന്നെയോ ഉച്ചത, അങ്ങനെ പറയപ്പെടുന്നു. അതായത് വേദമൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണ്. ആത്മാവെന്ന എന്താ അവ്യക്താണ്, വ്യക്തമല്ല, ക്ലിയർ അല്ല, അൺമാനിഫെസ്റ്റഡ് ആണ്, ചിന്തയ്ക്ക് ബിയോണ്ട് ബുദ്ധിയാണ്. പിന്നെയോ ബിയോണ്ട് മോഡിഫിക്കേഷൻസാണ്, അങ്ങനെയൊന്നും പറ്റില്ല എന്ന്. പിന്നെയോ തസ്മാത്, അതുകൊണ്ട് ഏവം ഇപ്രകാരം ഏനം ഈ ആത്മാവിനെ വിധിത്വ, ഇങ്ങനെയൊക്കെയാണ് ആത്മാവ്. ഈ പറഞ്ഞതൊക്കെ നാശല്യമൊക്കെ പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെയാണ് ആത്മാവ് എന്നറിഞ്ഞുകൊണ്ട്, ആത്മാവിനെ പറ്റിയിട്ടുള്ള വിവരം അറിഞ്ഞിട്ട് അനുശോചിതം ന അർഹസി, അത് നിനക്ക് മനസ്സിലായാൽ പിന്നെ നിനക്ക് നീ ദുഃഖിക്കാൻ അർഹിക്കുന്നില്ല. യു ഡോണ്ട് ഡിസേർവ് ടു ഫീൽ സോറി. അതായത് നോയിങ് ആത്മാ ഇൻ ദ വേ ഐ എക്സ്പ്ലെയിൻ ടു യു അർജുന, നിനക്കതിനെ പറ്റിയിട്ട് ഇനി ദുഃഖിക്കേണ്ട ആവശ്യമില്ല. യു ഡു നോട്ട് ഡിസേർവ് ടു ഫീൽ സോറി ഓർ സാഡ് ഓർ ഗ്രീവ് അബൌട്ട് ഇറ്റ് എന്ന്. ഭഗവാൻ എന്താ പറഞ്ഞ വെച്ചാൽ, നമ്മളുടെ അത് എനിക്ക് വളരെ ഇഷ്ടമായി, നമ്മളുടെ ഈ മനസ്സും ശരീരവും ഇന്ദ്രിയങ്ങളൊക്കെ വെറും ഇൻസ്ട്രുമെൻസാണ്. ആരാണ് ആ ഇൻസ്ട്രുമെൻസ് ഓടിക്കണത്? അതിൻ്റെ പിന്നിലുള്ള ശക്തി ഏതാ? അതാണ് ആത്മാവ്. നമ്മുടെ ഈ നമ്മൾക്കിപ്പോൾ അധീനത്തിലുള്ള ഈ ബോഡി ഉണ്ടല്ലോ, ശരീരം ഇൻക്ലൂഡിങ് മനസ്സ്, ബുദ്ധി, ഇതൊക്കെ ആ ആത്മാവിൻ്റെ കയ്യിലെ വെറും ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അതൊന്നും സത്യമല്ല, അല്ലെങ്കിൽ നിത്യമല്ല. അതായത് ആ ആത്മാവിൻ്റെ ശക്തി പോയാൽ ഈ ഇൻസ്ട്രുമെൻ്റ് അവിടെ വീണു, അല്ലേ? ദേഹം, ശരീരമാകുന്ന ഈ ഉപകരണം അപ്പം വീണുവല്ലോ, ആത്മാവ് വിട്ടുപോയാൽ. അപ്പം ആത്മാവിൻ്റെ കയ്യിൽ വെറും ഒരു ടൂളാണ് നമ്മളെ.
പക്ഷേ നമുക്ക് നമ്മളുടെ അപ്പോൾ ഇലക്ട്രിസിറ്റി കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ മിക്സി വർക്ക് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് ഇലക്ട്രിസിറ്റി കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ എന്നാൽ നമുക്ക് ഈ ജീവൻ തരുന്ന അല്ലെങ്കിൽ നമുക്ക് ഈ ശക്തി തരുന്ന ആ ബോധത്തിനെ അല്ലെങ്കിൽ ആത്മാവിനെ അല്ലെങ്കിൽ ഭഗവാനെന്നോ എന്താ വെച്ചാൽ പറയാം, ബ്രഹ്മത്തിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റില്ല. എക്സ്പീരിയൻസ് ചെയ്യണ്ട നമ്മൾ. പക്ഷേ നമുക്ക് കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല, ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കാൻ പറ്റില്ല, കയ്യോ കാലുകൊണ്ട് തൊടാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. ആൻഡ് ഒരു ചേഞ്ചും അതിന് വരണമില്ല ഒരിക്കലും. എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കണമുണ്ട്, എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്, ഓൾ പെർവൈഡിങ്ങാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ആത്മാവിൻ്റെ സ്വഭാവം എന്ന് മനസ്സിലായ പിന്നത്തെ അത് മനസ്സിലാക്കുക ആദ്യം. ആത്മാവിന് നാശമില്ല. എനിക്കിപ്പോൾ അത് അനുഭവമായിട്ടില്ല, അത് പക്ഷേ എനിക്ക് അനുഭവം ആവാത്ത എൻ്റെ അജ്ഞാനം കൊണ്ടാണ്. ശരിക്കും ഞാൻ ആത്മാവ് തന്നെയാണ്, അതിന് നാശമില്ല എന്നും ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് വേണത്രേ നമ്മൾ ഈ സാധനകൾ, എന്താ സാധനകൾ, ഓരോരുത്തർക്കും ഓരോന്നാവും. ഇങ്ങനെ എപ്പോഴും പറയണം എന്തായാലും ഞാൻ ഈ ആത്മാവാണ് ശരീരമല്ല എന്നൊന്ന്. പിന്നെ അങ്ങനെ തോന്നാൻ വേണ്ടി എപ്പോഴും മനസ്സിനെ നിയന്ത്രിക്കുക. പിന്നെ ഇപ്പോൾ കർമ്മയോഗമാണെങ്കിൽ എല്ലാ കർമ്മങ്ങളും ആ ആത്മാവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഭഗവാന് വേണ്ടി ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. ഫലം ആഗ്രഹിക്കാതെ എല്ലാവരിലും ആ ഭഗവത് സ്വരൂപം കാണുക, അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുക. പക്ഷേ ആദ്യം ഇത് മനസ്സിലാവണം, എന്നിട്ട് അതിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതാണ് സത്യം, ഞാൻ ആത്മാവാണ്, നാശവുമില്ല. അതാദ്യം മനസ്സിലാക്കിയിട്ട് ഞാൻ ആത്മാവാണെന്നുള്ള അത് എനിക്ക് തോന്നാൻ വേണ്ടിയിട്ട്, എനിക്ക് അനുഭവമാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ മുമ്പിട്ട് നീങ്ങണം എന്നാണ് പറയണം. അപ്പം നെക്സ്റ്റ് ശ്ലോകത്തിൽ അതല്ല ഓക്കെ. ഇനി ഈ ബോഡിയുടെ ചേഞ്ചസ് മുഴുവൻ ബോഡിക്ക് മാത്രമേ ഉള്ളൂ, അതൊന്നും ആത്മാവിനെ ബാധിക്കണേയില്ല. അതുകൊണ്ട് നമുക്ക് ഈ ബോഡിയുടെ സഫറിങ്സ് ഒന്നും വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. ആ ബോഡിയുടെ സ്വഭാവം നമുക്ക് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പറ്റാത്തൊരു കാര്യത്തിനെ പറ്റി ആലോചിച്ച് കരഞ്ഞിട്ട് എന്താ കാര്യം, അല്ലേ? അതുകൊണ്ട് ആ നിത്യമായിട്ടുള്ള ആത്മാവാണെന്ന് ഉറച്ച് വിശ്വസിച്ചിട്ട് അത് ആ അനുഭവം വരാൻ വേണ്ടി ശ്രമിക്കൂ എന്ന് പറയാണ് അർജുനോട്, നമ്മളോടും അതുതന്നെയാണ്. അപ്പോൾ അത് വായിക്കാം. അവ്യക്തോയം അചിന്യോയം അവികാര്യോയം ഉച്യതേ തസ്മാത്, അതുകൊണ്ടാണ് ഏവം വിധിത്വൈനം, ഇങ്ങനെ അറിഞ്ഞിട്ട് ആത്മാവിനെ അറിഞ്ഞിട്ട് നാനുശോചിതും അർഹസി, നിനക്ക് നീ ദുഃഖം അർഹിക്കുന്നില്ല. യു ഡോണ്ട് ഡിസേർവ് ടു ഫീൽ സാഡ്. അതാണത്. ഇനി 26 വായിക്കാം. അഥ ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം. അല്ലേ? അയ്യോ, എൻ്റെ പേജ് പോയോ? 26 അത് പോയി പേജ്. നോക്കട്ടെ കേട്ടോ. 24, 26. അഥ ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തഥാപി ത്വം മഹാബാഹോ നൈവം ശോചിതുമർഹതി. ആദ്യം പറയാണ് ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്ന്. സെയിം വാക്കന്നെ അവസാനം പറയണേ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഏനം, ഈ ആത്മാവിനെ നിത്യജാതം, എപ്പോഴും ജനിക്കുന്നവനായും, അതായത് എപ്പോഴും ഉണ്ടെന്നർത്ഥം, ജനനം മരണമൊന്നുമില്ല, നിത്യം എപ്പോഴും മൃതം മരിക്കുന്നവനായും, അഥ ച മന്യസേ, നീ വിചാരിക്കുന്നുവെങ്കിലും, അതായത് ഈ ആത്മാവാണ് ജനിക്കുകയും മരിക്കണേന്നൊക്കെ നീ വിചാരിക്കുന്നുണ്ടെങ്കിലും ആത്മാവൊന്നുമില്ലേ, എപ്പോഴും ഉള്ളതാണ് ആത്മാവ്. അപ്പോൾ ജനനവും മരണം പറഞ്ഞില്ലേ, ആദ്യമില്ല, മധ്യമില്ല, അന്തമില്ല, എപ്പോഴും ഉള്ളതാണ്. പക്ഷെ നീ വിചാരിക്കേണ്ട എന്താ? നിത്യജാതം. അയ്യോ ഇത് ജനിക്കണോ മരിക്കണോ ജനിക്കും നീ വിചാരിക്കുന്നുവെങ്കിലും, തഥ അപി, എന്നാലും, ഹേ മഹാബാഹോ അർജുന, ത്വം നീ, ഏവം ഇപ്രകാരം, ശോചിതും ദുഃഖിക്കാൻ ന അർഹസി. എന്താ അങ്ങനെ പറഞ്ഞാൽ എന്താ അറിയോ, നീയിപ്പോൾ
നിനക്ക് വിചാരിക്കാൻ പറ്റണില്ല എനിക്ക് ഈ കണ്ട ആൾക്കാർക്കും എനിക്കൊന്നും ജനനവും മരണവും ഇല്ല എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചോളൂ. അതായത് നീ വിശ്വസിക്കുകയാണ് ആത്മാവിന് ജനനമുണ്ട്, മരണമുണ്ട്. ആത്മാവിനെന്നല്ല, ഈ ശരീരം ഞാനാണ്, അപ്പോൾ എനിക്ക് ആത്മാവിനെന്നല്ല കേട്ടോ, എനിക്ക് ജനന മരണങ്ങളുണ്ടെന്ന് നീ വിശ്വസിക്കണ്ടെന്ന് വെച്ചോളൂ. ഇനി അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ തന്നെ നീ ദുഃഖിക്കണതിന് അർത്ഥമില്ല. എന്താ കാരണം വെച്ചാൽ എന്ത് സാധനവും നോക്കിക്കോളൂ, നാല് പുറം നോക്കിക്കോളൂ അർജുന. എന്ത് സാധനവും ഉണ്ടായിച്ചോട്ടെ, അതിന് ജനനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സൃഷ്ടിക്കപ്പെട്ടാൽ അത് പതുക്കെ അതിന് മാറ്റങ്ങൾ വരും. കുറച്ച് കഴിഞ്ഞാൽ അത് നശിക്കുകയും ചെയ്യും. അല്ലാണ്ട് ഒരു സാധനം, ആൾക്കാർ മാത്രമല്ല, എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ അല്ലാണ്ടുണ്ടോ അർജുന? അപ്പോൾ നീയിപ്പോൾ ജീവാത്മാവായിട്ട് ഞാൻ ശരീരമാണെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ മരിക്കണു, ജനിക്കണു, അല്ലെങ്കിൽ എന്നെപ്പോലുള്ള എൻ്റെ ശത്രുപക്ഷത്തുള്ളവരൊക്കെ ജനിക്കണു, മരിക്കണു എന്ന് നീ അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ പോലും ദുഃഖിച്ചിട്ട് കാര്യമില്ല. കാരണം അത് ഒരു ഇന്നെവിറ്റബിൾ, ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത സത്യമാണ്. എന്ത് കാര്യവും സൃഷ്ടിക്കപ്പെട്ടാൽ അതിന് മാറ്റം വരും, നശിക്കും എന്നുള്ളത്. നമ്മളൊക്കെ സാധാരണ ഒരു നെൽച്ചെടി ആലോചിക്കുക. ഒരു നെൽച്ചെടി, അതായത് ഇപ്പോൾ റൈസ് പാഡി ഫീൽഡിലത്തെ ഒരു ചെടിയെ നമ്മൾ ആലോചിക്കുക. ആ ചെടി വിത്തിട്ടു, അത് മുളച്ചു, അത് വലുതായി, എന്നിട്ട് കുറേ നെല്ല് തന്നു നമുക്ക്. അതിൽ കുറേ ഉണ്ടാവുമല്ലോ മണികല. അതൊക്കെ നമ്മളെടുത്തു. എടുക്കാണ്ടിരുന്നാലും കുറച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഒരു പ്രത്യേക കാലം, ഇത്ര കാലം ഉണ്ട്, അത് കഴിഞ്ഞാൽ അങ്ങനെ അത് വാടി അങ്ങനെ മണ്ണിൽ വീണ് നശിക്കും. അപ്പം നമ്മളൊക്കെ ശരിക്കും പറയാച്ചാൽ ഒരു വൃക്ഷങ്ങളെ പോലെയോ ഒരു പഴം ഉണ്ടാവുന്നുണ്ടല്ലോ, ഉണ്ടായി എന്നുള്ള വാക്കുണ്ടെങ്കിൽ, അതായത് ജനിച്ചു വെച്ചാൽ, സൃഷ്ടിക്കപ്പെട്ടു വെച്ചാൽ അതിന് നാശമുണ്ട്. ഒരു പഴം ഉണ്ടായി, നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ അത് കുറച്ച് ദിവസം വെച്ചാൽ അതിന് വ്യത്യാസം വരും, കളർ മാറും, അതിൻ്റെ ടെക്സ്ചർ മാറും, എന്നിട്ട് അതങ്ങോട്ട് നശിക്കും. അപ്പം നമ്മളായിട്ട് ഒരു വ്യത്യാസമില്ല, നമ്മളെ ബോഡിക്ക് ഒരു വ്യത്യാസമില്ല. അപ്പം അതുകൊണ്ടാണ് പറയണത്, ഇതേ എപ്പോൾ ജനനം ഉണ്ടോ അവിടെ മരണമുണ്ട്. ഇറ്റ്സ് നാച്ചുറൽ ടു പെറിഷ്. നാല് പുറം നോക്കൂ അർജുന, അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത പ്രകൃതി നിയമമാണ്. എന്ത് ജനിച്ചാലും അതിന് മരണമുണ്ട്, എന്ത് സൃഷ്ടിക്കപ്പെട്ടാലും അതിന് നാശമുണ്ട് എന്നുള്ളത് പ്രകൃതിയിലത്തെ ഒരു നിയമമാണ്, ലോ ഓഫ് നേച്ചറാണ്. അതുകൊണ്ട് അർജുന, നീ കൊന്നാലും കൊന്നില്ലെങ്കിലും, ഈ ശത്രുപക്ഷത്തുള്ളവരെ നീ കൊന്നാലും കൊന്നില്ലെങ്കിലും അവർ മരിക്കും. അവർക്ക് അവസാനമുണ്ട്. നീ കൊന്നാലും ഉണ്ട്, കൊന്നില്ലെങ്കിലും ഉണ്ട്. അതിപ്പോൾ സാധാരണ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ അത് അപ്ലൈ ചെയ്യാനൊന്നും പാടില്ല കേട്ടോ. കാരണം പറ്റില്ലല്ലോ. വെറുതെ ഒരാളെ നീ എന്തായാലും മരിക്കും, അതുകൊണ്ട് ഞാൻ അപ്പം കൊല്ലണു, അങ്ങനെ പറ്റില്ല. ഇതിപ്പോൾ ഒരു ആവശ്യമായിട്ടുള്ള സമയത്ത് ഈ യുദ്ധം ആവശ്യമാണ്. ഈ ദുഷ്ടന്മാരെ ശിഷ്ടന്മാരെ രാജ്യത്തിനെ രക്ഷിക്കാൻ ആവശ്യമാണ്. അതുകൊണ്ട് അത് ആ തത്വം മനസ്സിലാക്കണമെന്ന്. അങ്ങനെയാണ് വ്യാവഹാരികത്തിൽ എപ്പോഴും അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല. ധർമ്മമായിട്ട് ചെയ്യണ സമയത്ത് അത് ചെയ്തേ തീരൂ എന്നുള്ള അവസരത്തിലേ അത് ഉപയോഗിക്കാവൂ കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ഭൗതികമായിട്ട് ആലോചിക്കുകയാണെങ്കിൽ പോലും അർജുന, അതാണ് ഭഗവാൻ പറഞ്ഞത്, ഭൗതികമായിട്ട് ആലോചിക്കുകയാണ്, വേൾഡ്ലി സെൻസ്. നമ്മളിപ്പോൾ വേൾഡ്ലി സെൻസിൽ ആലോചിക്കുകയാണ് ഇതിനെ പറ്റിച്ചാൽ പോലും ഇങ്ങനെ അവരുടെ മരണത്തിൽ നീ ദുഃഖിക്കണത് വിഡ്ഢിത്താണ്. കാരണം ഇത് ഈ നാശം ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. അതായത് വേറൊരു കാര്യം കൊണ്ട്, നമുക്ക് എന്ത് ദുഃഖമുണ്ടെങ്കിലും അതിന് കാരണം നമ്മുടെ മനസ്സിലത്തെ ചിന്തകളാണ്. നാരായണീയത്തിലുണ്ടല്ലോ ഭിക്ഷുഗീത, അല്ലെങ്കിൽ ഭാഗവതത്തെയാണ് ഭിക്ഷുഗീത, നാരായണീയത്തിലുണ്ടല്ലോ ഭിക്ഷുഗീത. അതാണല്ലോ പറയണത്, നമ്മുടെ മനസ്സാണ് സുഖത്തിനും ദുഃഖത്തിനും ഒക്കെ കാരണം എന്ന് പറയുന്നുണ്ടല്ലോ. അതന്നെയാണ് ശരിക്കും. എന്താ അറിയോ, നമ്മുടെ ദുഃഖത്തിനൊക്കെ കാരണം നമ്മുടെ മനസ്സിലത്തെ ചിന്തകളാണ്. ശരിക്കും ചിന്തകൾ തന്നെയാണ്. അതുകൊണ്ടാണ് ചിത്തവൃത്തി നിരോധം എന്ന് പറയണ യോഗത്തിന്. ഈ പതഞ്ജലി യോഗസൂത്രത്തിലൊക്കെ ആദ്യം അതാ പറയുക, ചിത്തവൃത്തി നിരോധം. അതായത് നമ്മളുടെ മനസ്സിൽ വരുന്ന ചിന്തകളെ നമ്മൾ നിരോധിക്കുക, പറഞ്ഞാൽ ബ്ലോക്ക് ചെയ്യുക.
എല്ലാം നമ്മൾ ചിന്തിച്ചുണ്ടാക്കണതാണ് ദുഃഖോദേ സുഖോദേ. അപ്പം നമ്മുടെ ദുഃഖത്തിന്, ഇപ്പം സുഖത്തിൻ്റെ കാര്യം പോട്ടെ, ഇപ്പോൾ ഇവിടെ ദുഃഖത്തിൻ്റെ കാരണം നമ്മുടെ മനസ്സിലെ ചിന്തകളാണ്. അതാണ് നമുക്ക് അത് ഇല്ലാതെ ആവാൻ ഒറ്റ വഴിയുള്ളൂ. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മനസ്സിനെ ഈ ചിന്തകളിൽ നിന്നും ഫ്രീ ആക്കുക? ഒറ്റ വഴി, സെസേഷൻ ഓഫ് തോട്ട്സ്. സെസേഷൻ വെച്ചാൽ തന്നെ ചിത്തവൃത്തി നിരോധം, അല്ലേ? എന്നാൽ നമുക്കും ദുഃഖ വിമുക്താവാം, ദുഃഖത്തിൽ നിന്ന് ഫ്രീ ആവാം മനസ്സിൽ. അപ്പം നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യാലോ. നമുക്ക് നെഗറ്റീവ് ചിന്ത എന്തെങ്കിലും വരുമ്പോഴല്ലേ നമുക്ക് ഭയവും ദുഃഖമൊക്കെ. അപ്പം അതിനെ പോകാൻ പറയാം. വേഗം വിഷയം മാറ്റുക മനസ്സിൻ്റെ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സത്സംഗമൊക്കെ അധികം നന്നാ പറയണതേ. അപ്പം നമ്മളെ സത്സംഗമൊക്കെ പഠിപ്പിക്കണത് എന്താ വെച്ചാൽ, നെഗറ്റീവായിട്ട് എന്ത് വരുമ്പോഴും ആ ചിന്തയെ മാറ്റിയിട്ട് ഈശ്വരനെ വിചാരിക്കുക. ആത്മാവിനെ, നമ്മുടെ ഉള്ളിലുള്ള പരമാത്മാവായിട്ടുള്ള ഭഗവാനെയോ കൃഷ്ണനെയോ ദേവിയോ ശിവനെയോ നമ്മളൊക്കെ ഏത് രൂപത്തിൽ വേണമെങ്കിൽ ആ പരമാത്മാവിന് രൂപമില്ലാണ്ടേ ആവാം. അപ്പം ഉടനെ അതിലേക്ക് ചിന്ത മാറ്റണം എന്നാണ്. അപ്പോൾ എത്രയോ ആൾക്കാർ എല്ലാ ദിവസവും ജനിക്കണു, എത്രയോ ആൾക്കാർ മരിക്കണു, അല്ലേ? അതായത് എൻ്റെ ബോഡിയോ വേറൊരാളുടെ ബോഡിയോ ആയിക്കോട്ടെ, എപ്പോഴും ഈ ജനനവും മരണവും നടക്കണ്ട, അല്ലേ? അപ്പം നമ്മൾ ഈ ജനനവും മരണത്തിൽ ബാക്കി ഈ ലോകത്തിൽ മുഴുവൻ നടക്കാൻ ജനന മരണങ്ങളെ പോലെ നമ്മുടെ ബോഡിക്കുള്ളൂ. അതും കൂടിയല്ല, നമ്മളെ ഒരു ഡിഫറൻസും ഇല്ല. ഈ വൃക്ഷങ്ങളോ അല്ലെങ്കിൽ പറഞ്ഞില്ലേ ഇപ്പോൾ പാഡി ഫീൽഡ്, നല്ല നെൽച്ചെടികളോ ഉള്ള പോലെ ഉള്ളൂ നമ്മളെ. അത് നമ്മൾ ആലോചിക്കുക തന്നെ വേണം. എന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഈ ശരീരം സ്ഥിരമായിട്ടുള്ളതല്ല, അത് ഒരിക്കലുണ്ടായാൽ നശിക്കണം. പക്ഷേ ആ ശരീരത്തിൻ്റെ പിന്നിലുള്ള ആത്മാവ്, ആ സൂപ്പർ കോൺഷ്യസ്നെസ് എന്ന് പറയുമല്ലോ, ആ ആത്മാവ് അല്ലെങ്കിൽ ഭഗവാൻ എപ്പോഴും ഉള്ളതാണ്, ഒന്നും പറ്റണില്ല എന്ന് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് ദുഃഖം കുറയ്ക്കാം എന്നാണ് പറയണത്. ആര്? ഭഗവാൻ അർജുനനോട്. കാരണം ഇപ്പം തൽക്കാലം യുദ്ധം ചെയ്യാതെ പറ്റില്ല. അപ്പോൾ അവരൊക്കെ മരിക്കണമെന്ന് വിചാരിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ് അർജുനനോടെ. നമ്മളോടും അതന്നെ പറയണത്, അല്ലേ? അപ്പോൾ ഇനി നമുക്ക് അതാണ് അത് വളരെയധികം ഇത് ഉറപ്പിച്ച് പറയുമ്പോൾ നമുക്ക് കുറേ പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് അത് നമുക്കൊരു കൺവിക്ഷൻ വരും. പിന്നെയാണ് ഭഗവാൻ പറയണ പ്രാക്ടീസ് ചെയ്യൂ. അത് ജീവിതത്തിൽ അത്ര ഏറ്റവും അടുത്തുള്ളവരല്ലാത്ത ആൾക്കാർ മരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ദുഃഖം തോന്നുമല്ലോ. അത്ര ഇപ്പോൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കുറേ കാലമായിട്ട് അറിയണവരൊക്കെ മരിക്കുമ്പോൾ അപ്പം നമുക്ക് ഇത് കുറച്ചും കൂടി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഏറ്റവും അടുത്തുള്ള ആൾക്കാരുടെ മരണമൊക്കെ ആകുമ്പോൾ നമുക്ക് അതിന് ഒരുങ്ങാനുള്ളൊരു പ്രാക്ടീസ് നമുക്ക് നമുക്ക് അത്ര തന്നെ അടുപ്പില്ലാത്തവരുടെ മരണമോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വായിക്കുകയൊക്കെ ചെയ്യുമല്ലോ, അങ്ങനത്തെ മരണം കേൾക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി മനനം ചെയ്യാന്നാണ് പറയണത്. ഒരു വ്യാഖ്യാനത്തിൽ വായിച്ചേ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഓരോ നാശത്തിനെ പറ്റി വായിക്കുമ്പോഴോ കേൾക്കുമ്പോഴോ നമ്മൾ മനനം ചെയ്താൽ നമ്മുടെ മനസ്സിനെ നമ്മളിങ്ങനെ നമുക്ക് സഹിക്കാൻ വളരെ വിഷമാണ് എന്നുള്ളൊരു സന്ദർഭം വരുമ്പോഴത്തേക്കും ഇതൊന്നും ശാശ്വതമല്ല എന്ന് ഉറപ്പിക്കാൻ ഈ പ്രാക്ടീസ് സഹായിക്കും എന്ന് പറയുന്നുണ്ട്. അതില്ലാതെ നിവൃത്തിയില്ല. എന്താ വെച്ചാൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു പ്രകൃതിയുടെ നിയമമാണ് ജനിച്ചതൊക്കെ മരിക്കുക, അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടതൊക്കെ നശിക്കുക എന്ന്. അപ്പോൾ നമ്മൾ കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും ദുഃഖിച്ചാലും ദുഃഖിച്ചില്ലെങ്കിലും അതിനൊരു പോംവഴിയില്ല, പരിഹാരമില്ല. അപ്പോൾ ഭഗവാൻ പറയണത് പരിഹാരമില്ലാത്ത ദുഃഖത്തിനെ പറ്റിയിട്ട് ദുഃഖിച്ചിട്ട് എന്ത് കാര്യം? അപ്പം അതിൻ്റെ സത്യം മനസ്സിലാക്കി ദുഃഖത്തിൽ നിന്ന് കരകയറല്ലേ വേണ്ട എന്നാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരണത്. അതൊക്കെ നമുക്ക് സാധിക്കട്ടെ. അറ്റ്ലീസ്റ്റ് നമ്മളൊക്കെ ആ കൺവിക്ഷൻ ഉണ്ടെങ്കിൽ വി ക്യാൻ വർക്ക് ഓൺ ദാറ്റ്, അല്ലേ? അപ്പം ഞാൻ 26 വായിച്ച് നിർത്താം. അഥ ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തഥാപി ത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി. ശ്രീകൃഷ്ണാർപ്പണമസ്തു.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.